വനിതകൾ വ്യാജ പരാതി കൊടുക്കുക. വനിതാ കമ്മീഷൻ വളരെ നല്ല രീതിയിൽ തന്നെ സതീദേവി മാഡം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പുരുഷന്റെ 10 ഇരട്ടി സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. നമ്മൾ കണ്ണട ചിരുട്ടാക്കിയിട്ട് എന്താ കാര്യം? ഇന്ത്യയിൽ എവിടെയോ 2 പുരുഷന്മാർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. പുരുഷന്മാരിൽ നിന്നാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നേരിടുന്നത്. സംശയമില്ല. അതേപോലെ സ്ത്രീകളിൽ നിന്ന് വ്യാജ പരാതിയും വനിതാ കമ്മീഷനിലെ സതീദേവി മാഡം പറഞ്ഞോ, ഒരു സ്ത്രീ കൂടിയാണ് നിങ്ങൾ, ഇങ്ങനെ പറയരുത്, ഷാരൂണ് ഒരു അമ്മയുണ്ടെന്ന്. അതിന് നമ്മളെ പോലീസും കോടതിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ സ്ത്രീകൾക്കും പോലീസും കോടതിയും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വനിതാ കമ്മീഷൻ? ഈ പുരുഷ കമ്മീഷനിൽ പ്രസക്തയായി പ്രധാനിയായ ഒരു സ്ത്രീ വേണമെന്നാണ്. അടുത്ത കേസ് വെക്കട്ടെ, അതിന്റെ അടുത്ത ആഴ്ച വെക്കട്ടെ. അപ്പൊ ഈ ആഴ്ച മുഴുവൻ പുരുഷൻ ജയിലിൽ കിടക്കും. ആ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് വീഡിയോ എവിഡൻസ് കൂടെ ഉള്ള സ്ഥിതിക്ക് കരുണയുടെയോ ദയയുടെയോ ഒരു ഇഞ്ച് പോലും നൽകരുത്. പക്ഷേ വീഡിയോ എവിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ താങ്കൾ അല്ലെങ്കിൽ ഇതുപോലെ അവർക്ക് വേണ്ടി വാദിക്കില്ല. അപ്പൊ സ്ത്രീകൾ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും. പക്ഷേ ചില സ്ത്രീകൾ ദുരുപയോഗം ചെയ്യും. നേരെ മറിച്ച് ഈ പുരുഷന്മാർ 2 ആഴ്ച ജയിലിൽ കിടക്കണം. പോലീസ് അന്വേഷിച്ച് ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നവരെ 2 ആഴ്ച ജയിലിൽ കിടക്കണം. ഒരാഴ്ച ജയിലിൽ കിടന്നവനാണ്, എന്തോ ചെയ്തിട്ടാണ്, ഇല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടൂ. ദിലീപേട്ട, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഒരു നമസ്കാരം. ഈ പുരുഷ കമ്മീഷൻ്റെ ആവശ്യമായിട്ട് താങ്കൾ നാളെ ഡൽഹി പോകുന്നുണ്ട്. ഈ പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ അതിൻ്റെ ദുരുപയോഗം വർദ്ധിക്കും. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരുഷ കമ്മീഷൻ തന്നെ ഈ വ്യാജ പരാതികൾ തടയാൻ വേണ്ടി കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പം പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത്. അതുകൊണ്ട് അതിന് ചെക്ക് ആൻഡ് ബാലൻസ് വേണം. അതുകൊണ്ട് തന്നെയാണ് പുരുഷ കമ്മീഷനിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു വനിതാ അംഗം വേണമെന്ന് പറയുന്നത്. ഞാൻ നാളെ രാവിലെ പോവുകയാണ്. എനിക്ക് ഏറ്റവും പ്രധാന പരിപാടികളൊന്നും പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 1-2 പേരെ കാണണം. 1-2 ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പല പരിപാടികൾക്കുമാണ് പോകുന്നത്. അതിൽ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ചില ആൾക്കാരെ ചെന്ന് കാണാനും അവരുടെ കൂടി പിന്തുണ പുരുഷ കമ്മീഷന്റെ ബില്ലിന് വേണ്ടി സ്വാംശീകരിക്കാനും വേണ്ടിയാണ് ഈ യാത്ര. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വനിതാ കമ്മീഷൻ വന്നതോടുകൂടി വനിതകൾ ഈ കമ്മീഷൻ ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് കള്ളപ്പരാതികൾ ആണുങ്ങൾക്കെതിരെ കൊടുക്കുന്നുണ്ടെന്നും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാലും ഈ ആണുങ്ങളും ഇതേപോലെ ദുരുപയോഗം ചെയ്യും എന്നൊരു ഇതുണ്ടല്ലോ. അല്ല, എല്ലാ ദുരുപയോഗങ്ങളും സന്ദേഹമാണ്, അതിനെ ശക്തമായി നേരിടണം. 2, വനിതാ കമ്മീഷനല്ല ആരും ദുരുപയോഗം ചെയ്യുന്നത്, പകരം വനിതകൾ വ്യാജ പരാതി കൊടുക്കുക. വനിതാ കമ്മീഷൻ വളരെ നല്ല രീതിയിൽ തന്നെ സതീദേവി മാഡം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. യുവജന കമ്മീഷൻ ശ്രീ M. ഷാജർ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം വനിതാ കമ്മീഷനും പുരുഷ കമ്മീഷനും അല്ല, ചിലപ്പോഴെങ്കിലും പോലീസിൽ കൊടുക്കുന്ന പരാതികളും കോടതികളിൽ കൊടുക്കുന്ന പരാതികളും 164 സ്റ്റേറ്റ്മെൻറ്റും ഒക്കെയാണ് നമ്മുടെ സ്ത്രീകൾ കൂടുതൽ ദുരുപയോഗം ചെയ്യുക. കുറച്ചുകൂടെ ഫ്രണ്ട്ലി, ഈസിലി ആക്സസബിൾ ജസ്റ്റിസ് ആയതുകൊണ്ട് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും ഒക്കെ കുറെ കൂടെ ഭേദവും മെച്ചവുമാണ്. മറ്റേത് പല സ്ത്രീകളും ചിന്തിക്കുന്നത് കോടതിയിൽ ഒരു പരാതി കൊടുത്തതാണ്, ഇനി വർഷങ്ങൾ കഴിഞ്ഞല്ലേ വരൂ, ഇവൻ കുറച്ചാൾ ജയിലിൽ കിടക്കട്ടെ എന്നാണ്. അത്തരമൊരു ദുര്യോഗം എന്തായാലും വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും വന്നിട്ടില്ല. അത് വളരെ സ്വാഗതാർഹമാണ്. സമാനമായി പുരുഷന്റെ ലെജിറ്റിമേറ്റ് ആയ റൈറ്റ്, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, അവയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ പുരുഷ കമ്മീഷൻ. ഈ ക്രൈം റേറ്റിൽ ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്യുന്നത് പുരുഷന്മാർ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷ കമ്മീഷൻ ബിൽ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാർ ചെയ്യുന്ന ക്രൈം റേറ്റ് കൂടുകയും അവർക്ക് തന്നെ ഒരു സ്വയം ബോധം കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമുക്കും രക്ഷപ്പെടാം, നമുക്കും ചോദിക്കാനും പറയാൻ ആളുണ്ട്. അപ്പോൾ ആ ക്രൈം റേറ്റ് കൂടുകയല്ലേ ചെയ്യുന്നത്. ആ പറഞ്ഞതിൽ ഒരു വരി ഒഴിച്ച് ബാക്കി എല്ലാ വരിയോടും യോജിപ്പാണ്. നമുക്കും ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന വരി തീർച്ചയായിട്ടും വേണം. എന്നാൽ അങ്ങ് ശരിയായി സൂചിപ്പിച്ചതുപോലെ ഒരു സംശയവും വേണ്ട, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. പുരുഷന്റെ 10 ഇരട്ടി സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. നമ്മൾ കണ്ണട ചിരുട്ടാക്കിയിട്ട് എന്താ കാര്യം? ക്രൈം ചെയ്യുന്നതിൽ നമ്മൾ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് കൂടുതൽ. എന്നാൽ അതോടൊപ്പം ഒരു കണക്ക് കൂടിയുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഓരോ 4.5 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഓരോ 11 മിനിറ്റിലാണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. ഓർക്കുക, ആ സ്ത്രീയുടെ 2 ഇരട്ടി പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മൾ ഈ സംസാരം തുടങ്ങി ഇപ്പോൾ ഏകദേശം 8-9 മിനിറ്റായി. ഇന്ത്യയിൽ എവിടെയോ 2 പുരുഷന്മാർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. ആ അവസ്ഥ കൂടിയുണ്ട്. അപ്പം ക്രൈം റേറ്റിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ദുരുപയോഗം ചെയ്യപ്പെടരുത്. അതോടൊപ്പം വ്യാജ പരാതികളിൽ പെടുന്നതും ഇതേപോലെ സൂയിസൈഡ് ചെയ്യുന്നതും അവരൊക്കെ പുരുഷന്മാർ കൂടിയാണ്. അവർക്ക് കൂടി ഒരു രക്ഷ വേണ്ടേ? അല്ല, ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു പരിഗണന കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് വനിതാ കമ്മീഷനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സമൂഹത്തിലുള്ളത്. പക്ഷെ അത് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സഹായം ഉള്ള സമയത്തും
ഈ പുരുഷന്മാർക്ക് ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹം? അവിടെയാണ് സ്ത്രീകൾക്കും സപ്പോർട്ടുണ്ട്, കുട്ടികൾക്ക് സപ്പോർട്ടുണ്ട്, യുവജനങ്ങൾക്ക് സപ്പോർട്ടുണ്ട്, പുരുഷന്മാർക്ക് സപ്പോർട്ടുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണ്ടേ? ഒരു വിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്താ കാര്യം? അതായത് സ്ത്രീകൾക്ക് സപ്പോർട്ട് വേണം, 100% വേണം, കുട്ടികൾക്ക് സപ്പോർട്ട് വേണം, 101% വേണം, യുവജനങ്ങൾക്ക് സപ്പോർട്ട് വേണം, 102% വേണം. അതേപോലെ ഒരു 100% നമ്മുടെ പുരുഷന്മാർക്കും സപ്പോർട്ടിനും ചെന്ന് പറയാനും സംസാരിക്കാനും ഒരു സ്ഥലം വേണ്ടേ? താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പുരുഷന്മാരിൽ നിന്നാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നേരിടുന്നത്. സംശയമില്ല. അതേപോലെ സ്ത്രീകളിൽ നിന്ന് വ്യാജ പരാതിയും ആക്രമണങ്ങൾ നേരിടുമ്പോൾ, അതായത് ഒരു ഗ്രീഷ്മയും ഷാരനും ഉണ്ടാകുമ്പോൾ അതിൽ ഷാരോണും ആരെങ്കിലും വേണ്ടേ? ഞാനൊരു ചോദ്യം അങ്ങയോട് ചോദിക്കാം. ഇപ്പം ഷാരൻ ഗ്രീഷ്മയെ കൊന്നുവന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ KR മീരയ്ക്ക് പകരം രാഹുൽ ഈശ്വർ വന്ന് ഷാരനെ ന്യായീകരിച്ച് ചിലപ്പോൾ കഷായം കലക്കി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? പകരം അറസ്റ്റ് ഒന്നും ചെയ്യണ്ട. KR മീര മാഡം വലിയ എഴുത്തുകാരിയാണ്. പകരം മീര മാഡം പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? ഇനി ഞങ്ങൾ ആലോചിക്കേണ്ടത് എന്താ അറിയോ? ആരാ ശരിയായില്ലെന്ന് പറയേണ്ടത്? ഷാരൻ യുവാവല്ലേ? യുവജന കമ്മീഷനിലെ M ഷാജർ പറഞ്ഞോ അങ്ങനെ KR മീര മാഡം പറഞ്ഞത് ശരിയായില്ലെന്ന്? വനിതാ കമ്മീഷനിലെ സതീദേവി മാഡം പറഞ്ഞോ ഒരു സ്ത്രീ കൂടിയാണ് നിങ്ങൾ, ഇങ്ങനെ പറയരുത്, ഷാരോണ് ഒരു അമ്മയുണ്ടെന്ന്? അത് പറയാനൊരു പുരുഷ കമ്മീഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ താങ്കളെ പോലുള്ള ഇതുപോലെ വാദിക്കാനും സംസാരിക്കാനും ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു വനിതാ കമ്മീഷനായാലും യുവജന കമ്മീഷനിലായാലും നമുക്ക് അതിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു മാറ്റം വരത്തില്ലേ? അങ്ങനെയല്ല. വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും പലപ്പോഴും പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി സ്ത്രീകളോടൊപ്പമോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ എതിർഭാഗത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് എന്താ വേണ്ടത്? കുറച്ചുകൂടി ഒരു ബാലൻസ്. അവിടെയാണ് നേരത്തെ താങ്കൾ പറഞ്ഞൊരു വളരെ പ്രസക്തമായ വാക്കുണ്ട്. ആർക്കാണ് മുൻഗണന? ഒരു സംശയവും വേണ്ട, സ്ത്രീകൾക്കാണ് മുൻഗണന. ആർക്കാണ് കൂടുതൽ പരിഗണന? ഒരു സംശയവും വേണ്ട, കൂടുതൽ പരിഗണന അപ്പോൾ സ്ത്രീകൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. എന്നാൽ ആണുങ്ങളോടുള്ള വിരോധം പുരുഷ വിരോധമാകരുത്, സ്ത്രീ വിമോചനം എന്ന് മാത്രമാണ് അഭ്യർത്ഥന. അതിന് നമ്മളെ പോലീസും കോടതിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ സ്ത്രീകൾക്കും പോലീസും കോടതിയും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വനിതാ കമ്മീഷൻ? അതായത് സ്ത്രീകൾക്കും പോലീസുണ്ട്, സ്ത്രീകൾക്കും കോടതിയുണ്ട്, സ്ത്രീകൾക്ക് മനുഷ്യാവകാശ കമ്മീഷനില്ലേ? സ്ത്രീകൾക്ക് ഹ്യൂമൻ റൈറ്റ്സ്, സ്ത്രീകളും മനുഷ്യരാണല്ലോ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനില്ലേ? പിന്നെ എന്തിനാ സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ? അത് വേണം കേട്ടോ, വേണമെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. 100% വേണം. കാര്യം ഈസി ആക്സസബിൾ ജസ്റ്റിസ്, ഫ്രണ്ട്ലി ജസ്റ്റിസ് തുടങ്ങിയ കാര്യങ്ങൾ സ്ത്രീകൾക്കും കൂടുതൽ അവൈലബിൾ ആകണം. അതുകൊണ്ട് 100% സ്ത്രീകൾക്ക് അത്തരം സൗകര്യങ്ങൾ വേണം, സമാനമായ സൗകര്യങ്ങൾ പുരുഷന്മാർക്ക്. എൻ്റെ ചോദ്യം അതല്ല. അതായത് ഇപ്പോൾ വനിതാ കമ്മീഷൻ ഉള്ളത് നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തുകയോ സ്ഥാനമാറ്റങ്ങൾ കൊണ്ടുവരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം വരും. പക്ഷേ ഈ പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. ആ ഒരു കമ്മീഷൻ തന്നെയായിരിക്കും നിലനിൽക്കുന്നത്. അല്ല, തീർച്ചയായും വനിതാ കമ്മീഷൻ പോലെ തന്നെ മാറ്റാം. അതായത് അർദ്ധ ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡികളാണ് നമ്മുടെ കമ്മീഷനിലെല്ലാം. പുരുഷ കമ്മീഷന്റെ ഘടനയിൽ മാറ്റം വരുത്താം, വനിതാ കമ്മീഷന്റെ ഘടനയിൽ മാറ്റം വരുത്താം, യുവജന കമ്മീഷന്റെ ഘടനയിൽ മാറ്റം വരുത്താം. ഇതിൽ എൽദോസ് MLA കൊണ്ടുവരുന്ന ബ്രില്യൻ ബില്ലാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് കുറേ സജഷൻസ് ആണ് കൊടുത്തത്. അദ്ദേഹം അത് മനോഹരമായൊരു ബില്ലാക്കി അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്പീക്കർക്ക് അഭ്യർത്ഥന കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ പറയുന്നത് ഈ പുരുഷ കമ്മീഷനിൽ പ്രസക്തയായി പ്രധാനിയായ ഒരു സ്ത്രീ വേണമെന്നാണ്. ആ സ്ത്രീ അതിലെ ചെക്ക് ആൻഡ് ബാലൻസ് ആയി പ്രവർത്തിക്കണമെന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ സാന്നിധ്യം പുരുഷ കമ്മീഷനെ കൂടുതൽ ശക്തമാക്കും. പുരുഷന്മാരിത് വ്യാജമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അതിനൊരു തടയും കൂടെയാകും ഈ വനിതാ മെമ്പർ. അത് താങ്കൾ പറയുന്നു ആ ഒരു വനിതാ മെമ്പർ അങ്ങനെ തടയിടും, അല്ലെങ്കിൽ പുരുഷ കമ്മീഷനിൽ പുരുഷന്മാർ അത് ദുരുപയോഗം ചെയ്തതിൽ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇപ്പം താങ്കൾ തന്നെ പറയുന്നുണ്ട് വനിതാ കമ്മീഷനിൽ ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്നത്. പക്ഷേ അല്ല, വനിതാ കമ്മീഷൻ ദുരുപയോഗം ചെയ്യുന്നു എന്നല്ല, കോടതികളിലാണ് ദുരുപയോഗം ചെയ്യുന്നത്. അതായത് ദുരുപയോഗം പലപ്പോഴും സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടിയാണ് പോലീസ് കംപ്ലൈൻറ്റിലും കോടതികളിലുമാണ് നടക്കുന്നത്. അതായത് വനിതാ കമ്മീഷനിൽ ചെന്ന് പറയുമ്പോഴേ വനിതാ കമ്മീഷൻ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇവള് കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ യുവജന കമ്മീഷനിലെ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ കോടതി ഒരുപാട് ടെക്നിക്കാലിറ്റി നോക്കും. അടുത്ത കേസ് വെക്കട്ടെ, അതിൻ്റെ അടുത്ത ആഴ്ച വെക്കട്ടെ. അപ്പോൾ ഈ ആഴ്ച മുഴുവൻ പുരുഷൻ ജയിലിൽ കിടക്കും. പോലീസുകാർക്കും ഇത് കള്ളത്തരാമെന്ന് അറിയാം. പക്ഷേ പോലീസുകാർ ധൈര്യപൂർവ്വം പലപ്പോഴും ഒരു നിലപാടെടുക്കില്ല. കാര്യം പോലീസുകാർക്ക് ചീത്ത കേൾക്കാൻ വയ്യ, ഞങ്ങൾ എന്തിന് സ്ത്രീ വിരുദ്ധരാകണം. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, സ്ത്രീയുടെ വിപരീതമാണോ പുരുഷൻ? അല്ല, സ്ത്രീയുടെ പരസ്പര പൂരകമാണ് പുരുഷൻ. അതേപോലെ വനിതാ കമ്മീഷന്റെ പരസ്പര പൂരകമായിരിക്കണം പുരുഷ കമ്മീഷൻ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥന. ഇന്ന് തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. മുക്കത്തൊരു യുവതിയെ ഹോട്ടലിൽ അവിടുത്തെ ഉടമയും ജീവനക്കാരും കൂടി ചേർന്ന് ഉപദ്രവിക്കുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീ നിരവധി പുരുഷന്മാർ ചേർന്ന് അവരെ ആ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് വീഡിയോ എവിഡൻസ് കൂടെ ഉള്ള സ്ഥിതിക്ക് കരുണയുടെയോ ദയയുടെയോ ഒരു ഇഞ്ച് പോലും നൽകരുത്. പക്ഷേ വീഡിയോ എവിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ താങ്കൾ അല്ലെങ്കിൽ ഇതുപോലെ അവർക്ക് വേണ്ടി വാദിക്കില്ലായിരുന്നു. ഇല്ല, വീഡിയോ എവിഡൻസ് വേണ്ടേ? നമുക്ക് തെളിവ് വേണ്ടേ? വെറുതെ ഒരാൾ പറഞ്ഞാൽ മതിയോ? ഇപ്പം നമുക്ക് ഉറപ്പിക്കാൻ എന്തുകൊണ്ട് പറ്റും? നമ്മൾ കണ്ണി കാണുന്നതിനെ വിശ്വസിക്കുകയാണ്. വീഡിയോ എവിഡൻസ് ഉണ്ട്. നാളെ വീഡിയോ എവിഡൻസ് ഇല്ലാതെ ഒരു സ്ത്രീ ഫേക്കായി പറഞ്ഞാണെങ്കിലോ? ഇത് ഫേക്ക് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്തുകൊണ്ടില്ല? കാര്യം ഓൾറെഡി വീഡിയോ എവിഡൻസ് ഉണ്ട് എന്നുള്ള
എന്നുള്ള കാര്യം കൊണ്ട് നാളെ ഇത് ഫേക്കായ ഒരു സ്ത്രീ ഉന്നയിച്ചാലോ? അങ്ങനെ ഉന്നയിച്ചതിൽ പെട്ടുപോയൊരു വ്യക്തിയാണ് ഞാൻ. അതായത് തുഷാര അജിത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ കാക്കനാട് ഹലാൽ അറ്റാക്ക് ഉണ്ടായി, അവരെ ആശുപത്രിയിലാക്കി എന്നൊക്കെ പറഞ്ഞ് അവർ ഫേസ്ബുക്ക് ചെയ്തു. ഞാൻ കഷ്ടകാലത്തിന് വിശ്വസിച്ചു പോയി, എൻ്റെ ശുദ്ധഗതി കാരണം വിശ്വസിച്ച് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് ട്വീറ്റ് ഇട്ടു. അടുത്ത ദിവസമാണ് മനസ്സിലാവുന്നത് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ വെറുതെ കരിവാരി തേക്കാൻ വേണ്ടി ഇവർ പറഞ്ഞതാണ്, ഇവരും കൂടെ ഉള്ളവരും തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു. അപ്പം സ്ത്രീകൾ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും, പക്ഷേ ചില സ്ത്രീകൾ ദുരുപയോഗം ചെയ്യും, അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വീഡിയോ എവിഡൻസ് ഉള്ളതുകൊണ്ട് ഒരു രീതിയിലും അവർക്ക് ദയ കൊടുക്കരുത്. നേരെ മറിച്ച് സംശയമുണ്ടെങ്കിൽ അത് കൂടുതൽ അന്വേഷിച്ചിട്ട് മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാവൂ. പക്ഷെ അതിന്റെ വീഡിയോയിൽ എവിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ ആരായാലും തെറ്റിദ്ധരിക്കും. അല്ല, ആരാണെങ്കിലും തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? അതാണ് ആ ഒരു പോലീസ് അന്വേഷണം മാത്രം പോരെ എന്നാണ് എന്റെ. അവിടെയാണ് പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ സ്ത്രീ വ്യാജമായിട്ടാണ് പറഞ്ഞു തന്നിരിക്കട്ടെ, ഒരു നിമിഷം അങ്ങ് കരുതുക, വ്യാജമായിട്ട് അങ്ങനെ പറയാമല്ലോ. നേരത്തെ എനിക്ക് സംഭവിച്ച പോലൊരു പറ്റിയിരിക്കട്ടെ. നേരെ മറിച്ച് ഈ പുരുഷന്മാർ 2 ആഴ്ച ജയിലിൽ കിടക്കണോ? പോലീസ് അന്വേഷിച്ച് ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നവരെ 2 ആഴ്ച ജയിലിൽ കിടക്കണമല്ലോ. എന്തോ കുറെ നിയമ നടപടികൾ. ആ നിയമ നടപടികൾ ഇപ്പോഴെല്ലാം സ്ത്രീപക്ഷ വ്യാഖ്യാനങ്ങളാണ്. പകരം പുരുഷനു കൂടി അനുകൂലമായി ആ നിയമത്തിന്റെ ആസ്പെക്ട്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ നിയമത്തിന്റെ കാതൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. എന്താ? വീഡിയോ എവിഡൻസ് ഉണ്ട്. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യൂ? ഒരു തെറ്റായ പുരുഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്, പക്ഷേ ഒരു തെറ്റായ സ്ത്രീയെയും മറുപക്ഷം സപ്പോർട്ട് ചെയ്യരുത്. അപ്പോൾ താങ്കൾ പറയുന്നത് പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ ഇതുപോലെ എന്തെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരത്തില്ല. എനിക്കും താങ്കൾക്കും നേരെ ഒരു വ്യാജ പരാതി നാളെ വന്നു എന്നിരിക്കട്ടെ, താങ്കൾക്കും എനിക്കും എതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേരെ പുരുഷ കമ്മീഷനിൽ പോവാം, അവിടെ നമുക്കിത് കൊടുക്കാം. പുരുഷ കമ്മീഷന് മറുഭാഗത്തിൻ്റെ തെളിവുകളടക്കം വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു പ്രോസസ്സുണ്ട്, എവിടെങ്കിലും ചെന്ന് പറയാനൊരു സ്ഥലമുണ്ട്. നാളെ പോലീസുകാർ വന്നാൽ തന്നെ ഞാൻ പുരുഷ കമ്മീഷനിൽ പോയിട്ടുണ്ട്, ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെ പറയാനുള്ളൊരു ഇടവും സ്പേസും ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മുടെ കേസ് കേൾക്കാൻ തന്നെ ദിവസങ്ങളെടുക്കും, ജാമ്യം കിട്ടാൻ ദിവസങ്ങളെടുക്കും. ഞാനും അങ്ങുമൊക്കെ അങ്ങനെ ഒരാഴ്ച ജയിലിൽ കിടന്നിട്ട് ഇറങ്ങുമ്പോൾ നാട്ടുകാരെന്ത് പറയും? കണ്ടാ ഒരാഴ്ച ജയിലിൽ കിടന്നവനാണ്, എന്തോ ചെയ്തിട്ടാണ്, ഇല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടുവോ? ആൾക്കാർ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടുവോ? 50 ദിവസം ജയിലിൽ കിടന്നതാണ് നമ്പിനാരായണൻ, മഹാനായ ശാസ്ത്രജ്ഞൻ. പുള്ളി മോശക്കാരനായിട്ടാണോ? 86 ദിവസം ജയിലിൽ കിടന്നാണ് ശ്രീ ദിലീപ് എന്ന് പറയുന്ന നിരപരാധിയായ മനുഷ്യൻ. അദ്ദേഹത്തിന് നിരപരാധിത്വം വരും ദിവസങ്ങളിൽ തെളിയും, എന്നാലും സംശയമൊന്നും വേണ്ട. അങ്ങനെ ജയിലിൽ കിടക്കണം. കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്. അതെ, ആ കേസിന്റെ അവസാന ഘട്ടത്തിലാണ്. ആ കേസ് ആദ്യം മുതൽ ഫോളോ ചെയ്തൊരു വ്യക്തിയാണ്. ഇനി ശ്രീ ദിലീപേട്ടന്റെ കേസിൽ വന്നാൽ തന്നെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദിലീപേട്ട ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ അങ്ങേ തെറ്റിദ്ധരിച്ചു, ഒരു ഖേദമുണ്ടെന്ന് പറയണം. 86 ദിവസം ജയിലിൽ കിടന്നൊരു മനുഷ്യനാണ്, ഒരു തെറ്റും ചെയ്യാതെ, ഒരു കമാന്നറിയാതെ, എന്താ സംഭവിക്കുന്നതെന്നറിയാതെ 86 ദിവസം ഒരു കാര്യമില്ലാതെ ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ്. നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ കാര്യം കണ്ടുകയാണ്. ഞാൻ കുട്ടിക്കൽ ജയചന്ദ്രനെയും വൈഫ് സെറീനയും പോയി കണ്ടിരുന്നു കോഴിക്കോട് പോയപ്പോൾ. 7 മാസമായിട്ട് പുള്ളി ഒളിവിലായിരുന്നു, 7 മാസമായിട്ട്. അവസാനം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം കിട്ടി. അപ്പം പുരുഷന് പോയി പറയാനൊരു ഇടം വേണം എന്നുള്ള ആശയമാണ് പുരുഷ കമ്മീഷൻ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്തിടെ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടന്നിട്ടുള്ള പുരുഷന്മാരാണ്. അതിൽ ഇപ്പം മുക്കത്ത് പീഡന കേസ്, അതുപോലെ തട്ടുകടലിൽ വെച്ച് പോലീസുകാരനെ കൊന്നത്, ചെന്താമരയുടെ കേസ്, 3 പേരെ അതിക്രൂരമായി കൊന്ന കേസ്, സൗന്ദര്യം പോരാ എന്നും പറഞ്ഞ് വിഷ്ണുജ എന്ന് പറഞ്ഞൊരു യുവതിയെ ഒരു ഭർത്താവിന്റെ കേസ്, അല്ലെങ്കിൽ അവർ തടി കൂടുതലാണെന്നൊക്കെ പറഞ്ഞ ആത്മഹത്യ കേസ്, അമ്മയെ മകൻ കൊന്ന കേസ്, അങ്ങനെ സംശയമില്ല. അതായത് നമ്മുടെ അടുപ്പിച്ച് വരെയാണ്, എല്ലാം പുരുഷന്മാരാണ്. സംശയമില്ല, 100 കേസ് എടുത്താൽ 90 കേസും പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. കണക്കുകൾ നോക്കിയാൽ പോരെ, നമ്മളത് കണ്ണടച്ചിരുട്ടാക്കണ്ടല്ലോ. പക്ഷേ 90 കേസ് അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞ് 10 വ്യാജ കേസ് ഓക്കെ ആണെന്ന് പറയാൻ പറ്റൂ? അത് ഓക്കെയാണ്. അതായത് 90 കേസുകൾ ശരിയാണ്, എന്നാൽ 10 വ്യാജ കേസ് കുഴപ്പമില്ലെന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? ഈ 10 നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് വിശ്വസിക്കുന്ന നിയമസംഹിതയുള്ള രാജ്യത്താണ് നമ്മളുള്ളത്. 90% പരാതികളും ശരിയാണ്, അവയെ മുമ്പോട്ട് കൊണ്ടുപോകണം. പക്ഷേ 10% നിരപരാധികളെ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കണോ, അതിനെ വേട്ടയാടണോ? അവിടെയാണ് പറയുന്നത് ഒരു ബാലൻസ് നമുക്ക് വേണം. ഏതുപോലെ 53.2% വ്യാജ പരാതികളാണ് എന്നാണ് BBC കൊടുത്തിരിക്കുന്ന ഒരു സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ 51 ആകാം, 80 ആകാം, 70 ആകാം, 30 ആകാം. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ സഹായിക്കണ്ടേ? ഒരു നിരപരാധിയെങ്കിലും പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ അയാൾക്ക് പോകാനൊരു ഇടവും സ്ഥലവും ഒക്കെ വേണ്ടേ? അതാണ് പുരുഷ കമ്മീഷൻ.